നമസ്കാരം. ഇറാൻ ഒരു വലിയ യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മിസൈൽ ഇന്ധനം നിർമ്മിക്കാൻ നിർണായകമായ ചില കെമിക്കലുകൾ വലിയ തോതിൽ ഇറാൻ ചൈനയിൽ നിന്നും വാങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതുമായി രണ്ട് ഇറാനിയൻ ചരക്ക് കപ്പലുകൾ ഏതാനും ആഴ്ചക്കുള്ളിൽ ചൈനയിൽ നിന്നും ഇറാനിൽ എത്തിച്ചേരുമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ട് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിയൻ പതാകകൾ ഘടിപ്പിച്ച ഗോൾബൺ, ജെയ്റാൻ എന്നിങ്ങനെ പേരുകളുള്ള രണ്ട് ചരക്ക് കപ്പലുകളിലായാണ് സോഡിയം പെർക്ലോറേറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ കപ്പലുകൾ 1000 ടണ്ണിലധികം സോഡിയം പെർക്ലോറേറ്റ് വഹിക്കാൻ ശേഷിയുള്ളതാണ്. സോഡിയം പെർക്ലോറേറ്റ് ചില്ലറക്കാരനല്ല. ഇത് മിസൈലുകൾക്കുള്ള ഖര പ്രധാന ഘടകമായ അമോണിയം പെർക്ലോറേറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. റിപ്പോർട്ട് പ്രകാരം ഈ കെമിക്കലുകൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന് വേണ്ടിയാണ് ചൈനയിൽ നിന്നും എത്തുന്നത്. ചൈനീസ് അധികാരികൾ ഈ കയറ്റുമതി തടയുമെന്ന് കരുതുന്നു എന്നൊക്കെ റിപ്പോർട്ടിൽ ഉണ്ട്. അതായത് ഈ ചൈനയെ ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങുന്ന പുതിയ ട്രംപ് ഭരണകൂടം തീർച്ചയായും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ഉറപ്പാണ്. ചൈനയ്ക്കുമേൽ ഈ കൺസൈൻമെന്റുകൾ അയക്കാതിരിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദമൊക്കെ ചെലുത്താനും ചിലപ്പോൾ ട്രംപ് ശ്രമിച്ചേക്കാം എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാവുന്നതാണ്. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഗോൾബൺ എന്ന് പേരിട്ടിരിക്കുന്ന ചരക്ക് കപ്പലിൽ 20 അടിയുടെ 34 കണ്ടെയ്നറുകളിലായാണ് ഈ കെമിക്കലുകൾ ഉള്ളത്. ചൊവ്വാഴ്ച ആ കപ്പൽ ചൈനയിലെ ഡെയ്ഷാൻ ദ്വീപിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഷാങ്ഹായ്ക്ക് തൊട്ട് തെക്കായാണ്. ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ മറ്റു 22 കണ്ടെയ്നറുകളുമായി ജെയ്റാൻ എന്ന രണ്ടാമത്തെ ചരക്ക് കപ്പൽ ചൈനയിൽ നിന്നും പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഈ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നു. കപ്പലുകൾ ഇറാനിലെത്താൻ 3 ആഴ്ച എടുക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഷാങ്ഹായ്ക്ക് തൊട്ടുവടക്കുള്ള തായ്കാങ്ങിൽ വെച്ച് ഈ ഗോൾബൺ എന്ന കപ്പലിൽ രാസവസ്തുക്കൾ കയറ്റിയിരിക്കുന്നുവെന്നും പേർഷ്യൻ ഗൾഫിലെ തെക്കൻ ഇറാനിലെ ഒരു പ്രധാന തുറമുഖമായ ബന്ദർ അബ്ബാസിലേക്കാണ് ഈ കപ്പൽ വരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വെസൽ ട്രാക്കർ മറൈൻ ട്രാഫിക്കിൽ നിന്നുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കി പരിശോധിക്കുമ്പോൾ ചൊവ്വാഴ്ച പുറപ്പെടുന്നതിന് മുമ്പ് ഗോൾബൺ എന്ന കപ്പൽ ഡെയ്ഷാൻ ദ്വീപിൽ കുറച്ചു ദിവസം ചെലവഴിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി ഇത് സംബന്ധിച്ച് അറിയില്ലെന്ന് പറഞ്ഞതായും ഇറാൻ ഈ ലേഖനത്തെക്കുറിച്ച് പ്രതികരിച്ചില്ലെന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ കപ്പലുകളിൽ കൊണ്ടുവരുന്ന ഈ സോഡിയം പെർക്ലോറേറ്റിൽ നിന്നും ഖര ഇന്ധന മിസൈലുകൾക്കുള്ള പ്രൊപ്പല്ലന്റിന്റെ 70% വരുന്ന 960 ടൺ അമോണിയം പെർക്ലോറേറ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതായത് ഇതുപയോഗിച്ച് ഖൈബർ ഷെക്കൻ അല്ലെങ്കിൽ ഹജ്ഗാസം പോലുള്ള ഇറാന്റെ 260 മിഡ് റേഞ്ച് മിസൈലുകളിൽ ഇന്ധനം നിറക്കാൻ കഴിയും എന്നർത്ഥം. മിസൈലുകൾക്കുള്ള പ്രൊപ്പല്ലന്റ് നിർമ്മിക്കുന്നതിൽ ഇറാന് കഴിഞ്ഞ വർഷം വലിയ തിരിച്ചടികളാണ് നേരിട്ടത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്കായി ഖര ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 12 പ്ലാനറ്ററി മിക്സറുകൾ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചതായി കഴിഞ്ഞ ഒക്ടോബറിൽ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പാർച്ചിൻ, ഗോജിർ, ഹാഷ്റൌഡ് എന്നിവിടങ്ങളിലെ ഈ ഖര പ്രൊപ്പല്ലന്റ് മിസൈൽ ഉൽപാദന സൗകര്യങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരുന്നു. ഇതോടെ ഇറാന്റെ മിസൈൽ പരിപാടികൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിച്ച അവസ്ഥയിലായിരുന്നു. ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തിയിട്ടും കാര്യമായി ആക്രമണമൊന്നും നടത്താതിരുന്നതിന്റെ പിന്നിലെ ഒരു പ്രധാന കാരണവും ഇത് തന്നെയായിരുന്നു. ഇറാന്റെ മണ്ണിലുള്ള റോക്കറ്റ് നിർമ്മാണ കേന്ദ്രങ്ങൾ മാത്രമല്ല, പഴയ സിറിയൻ ഭരണകൂടം ഉപയോഗിച്ചിരുന്ന ഇറാന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ചില കേന്ദ്രങ്ങളും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ഡിസംബർ 8 സിറിയയിലെ അസദ് ഭരണകൂടം വീണതോടെ അത് ഇറാന് അടഞ്ഞ അധ്യായമായി മാറി. ഖര റോക്കറ്റ് ഇന്ധനത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ യൂണിറ്റുകളും ഫലത്തിൽ ഇസ്രായേൽ തകർത്തിരിക്കുന്നു. ദ്രാവക ഇന്ധന റോക്കറ്റുകളെക്കാൾ വേഗത്തിൽ ഖര റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയും എന്നതിനാലാണ് ഇറാൻ അതിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നത്. ഖര റോക്കറ്റുകൾ വില കുറഞ്ഞതും സംഭരിക്കാനും പരിപാലിക്കാനും ഒക്കെ എളുപ്പമുള്ളതും അതുപോലെ തന്നെ വിക്ഷേപിക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമുള്ളതുമാണ്. എന്നിരുന്നാലും ദ്രാവക ഇന്ധന റോക്കറ്റുകളെ അപേക്ഷിച്ച് ഇവയെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല എന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ചൈനയിൽ നിന്നും ഇത്രയധികം അമോണിയം പെർക്ലോറേറ്റ് ഇറാൻ വാങ്ങുന്നത്. ഈ കൺസൈൻമെന്റിന്റെ നീക്കം പാശ്ചാത്യ ശക്തികൾ ക്ലോസ് ആയി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്താരാഷ്ട്ര ആന്റി പ്രൊലിഫറേഷൻ ബോഡിയായ ഈ മിസൈൽ ടെക്നോളജി എക്സ്പോർട്ട് കൺട്രോൾ റെജീം നിയന്ത്രിക്കുന്ന
രാസവസ്തുക്കളിൽപ്പെട്ട ഒന്നാണ് ഈ അമോണിയം പെർക്ലോറേറ്റ്. ഖര റോക്കറ്റ് ഇന്ധനത്തിൽ പൊട്ടാസ്യം പെർക്ലോറേറ്റ് അല്ലെങ്കിൽ സോഡിയം പെർക്ലോറേറ്റ് പോലുള്ള ഓക്സിഡൈസിംഗ് ഏജന്റ് അടങ്ങിയിരിക്കുന്നു. ഖൈബർ ഷെക്കൻ റോക്കറ്റ് പോലെ ഇറാന്റെ കൈവശമുള്ള മീഡിയം റേഞ്ച് ഖര ഇന്ധന ബാലിസ്റ്റിക് മിസൈലുകൾ ചലിക്കണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. അതേസമയം ദാവോസിൽ ഇറാന്റെ മുഹമ്മദ് ജവാദ് സരീഫ് രാജ്യത്തിന്റെ നിലപാടുകൾ തുറന്നു വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയെയും ഹമാസിനെയും നശിപ്പിച്ചാലും ഇസ്രായേൽ പ്രതിരോധം തുടർന്നും നേരിടേണ്ടി വരുമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബറിൽ ഇറാന്റെ വ്യോമ പ്രതിരോധത്തിന് വലിയ തിരിച്ചടികളൊന്നും ഉണ്ടായില്ല എന്ന നിലയിലാണ് മുഹമ്മദ് ജവാദ് സരീഫ് പ്രതികരിച്ചത്. ഇറാന്റെ വ്യോമ പ്രതിരോധം നശിപ്പിക്കപ്പെട്ടെന്നത് വെറും കഥയാണെന്നും എന്നാൽ ഇറാൻ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷേ അതിനർത്ഥം ഇറാന്റെ വ്യോമ പ്രതിരോധം നഷ്ടപ്പെട്ടു എന്നല്ല എന്നുമാണ് മുഹമ്മദ് ജവാദ് സരീഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ വീണ്ടും തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. എല്ലാം തകർന്ന ഒരു അവസ്ഥയിൽ ഭാവിയിലെ പ്രതിരോധത്തിനായി ഇങ്ങനെ ആയുധങ്ങൾ ഒരുക്കുന്നതാണോ അതോ ഉടനടി ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ഒരറ്റത്ത് ട്രംപ് കൂടി സജ്ജമായി ഇറങ്ങിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നത് പ്രവചനാതീതം തന്നെയാണ്. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.